സേനാപതി വേണു, 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇനിയെങ്കിലും ഈ സാഫ്രൻ ടെറർ എന്ന ആ ഒരു സംജ്ഞ അത് ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറയൂ കേട്ടോ. കാരണം എനിക്ക് കേസുകളില്ല. ഞാൻ മറുപടി പറയാം. നമ്പ്യാരെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമും ഇനി ഒരു വാദഗതിക്ക് വേണ്ടി ഇപ്പൊ ഗുരുമൂർത്തി പറഞ്ഞ പോലെ കോൺഗ്രസിൽ അണിനിരക്കുക എന്ന് വിചാരിച്ചു. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി. ഒരു മുസ്ലിം ജനവിഭാഗം ഇല്ലാത്തടത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ, അതായത് ഹിമാചൽ പ്രദേശിലെ മുസ്ലിമിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 2% 4% ഉള്ളൂ. അവിടെ BJP യെ തോപ്പിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന അവിടുത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലേ. ഇവിടെ ഹിന്ദുവിന്റെ മൊത്തക്കച്ചവടം ഒന്നും ഗുരുമൂർത്തിയുടെ പാർട്ടിയോ ഒന്നും ഏറ്റെടുക്കണം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഗുരുമൂർത്തി നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 590 നിന്ന് 125 വന്നത്. ആ വോട്ട് ചെയ്യുന്ന ഹിന്ദു മാറ്റി വോട്ട് ചെയ്തു, കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അത് അങ്ങ് മനസ്സിലാക്കി. എന്തിനാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഇവിടെ വന്നത്, വയനാട് വന്നത്? സാറേ, എന്തിനാണ് ഗുജറാത്തിൽ നിന്ന് ഇയാൾ വാരണാസിയിലോട്ട് പോകുന്നത്? വാരണാസി പറഞ്ഞാൽ ഹിന്ദു കൾച്ചറൽ സെന്റർ ആണ്. വാരണാസി എന്ന് പറഞ്ഞാൽ ഹിന്ദു കൾച്ചറൽ സെന്റർ ആണ്. ഹിന്ദു കൾച്ചറൽ ഐക്കൺ ആണ് വാരണാസി. മോദിക്കെതിരെ വാരാണസി നിൽക്കുമോ രാഹുൽ ഗാന്ധി അടുത്ത തവണ? നമുക്ക് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി UP എന്നല്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത് സാറേ? മോദിക്കെതിരെ നിൽക്കുമോ? അല്ല, കേണൽ ഡിന്നി അറിയേണ്ടത് ഇപ്പൊ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അറിയാം, പക്ഷെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ പിന്നെന്താണ് സംശയിക്കുന്നത്? അത് ഞാൻ ചോദിച്ചു. പക്ഷെ വയനാട്ടിൽ നിന്ന് ജയിച്ചിരുന്നല്ലോ. ഇസ്ലാം ഭീകരതയെന്ന യാഥാർത്ഥ്യത്തെ മറക്കാൻ കോൺഗ്രസ് പിന്തുണയിൽ കെട്ടിപ്പൊക്കിയ വ്യാജ സൃഷ്ടിയാണ് ഹിന്ദുത്വ ഭീകരതയെന്ന് തെളിയിക്കാൻ ഈ കോടതി വിധി ധാരാളമാണ്.